ഹായ് ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡ്രഗ് അഡിക്ഷനെ കുറിച്ച് പറയാനാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താ അതിൽ ഇത്ര പുതുമ? ഇത് എത്രയോ തവണ കേട്ടിരിക്കുന്നു, എത്ര റീൽസും വീഡിയോസും എക്സ്പേർട്ടുകളുടെ ക്ലാസ്സുകളും ഞങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നു. ഇതിപ്പോൾ സർവ്വസാധാരണമല്ലേ അല്ലേ? പക്ഷേ അത്രയധികം ക്ലാസ്സുകളും എക്സ്പേർട്ടുകളുടെ വീഡിയോസും റീൽസും ഒക്കെ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? മൊത്തം വേണ്ട, നമ്മുടെ വീടുകളിൽ, സുഹൃത്തുക്കളിൽ, ബന്ധുക്കളിൽ, കൂട്ടുകാരിൽ, അങ്ങനെ നമ്മൾക്കറിയാവുന്ന നമ്മുടെ ചുറ്റുമുള്ളവരിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സാധിക്കണം കേട്ടോ. കാരണം നമ്മളാണ് ഡ്രഗ് അഡിക്ഷനിലേക്ക് നമ്മുടെ മക്കളെ ആദ്യം തള്ളിവിടുന്നത്. എങ്ങനെയെന്നല്ലേ? നമ്മുടെ ഗെറ്റ് ടുഗദറുകളിൽ നിന്ന്, ഫാമിലിയിൽ നടക്കുന്ന വിരുന്ന് സൽക്കാരങ്ങളിൽ നിന്ന്. നമ്മൾ അപ്പോൾ അവർക്കത് കൊടുക്കുന്നത് ഒരു സന്തോഷത്തിന്റെ പുറത്താണ്. പക്ഷെ അപ്പം നമ്മൾ ആലോചിക്കുന്നില്ല, അവർ എല്ലാം ആസ്വദിച്ചും രുചിച്ചും വളരുന്ന ഒരു പ്രായത്തിലാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരതിൻ്റെ സ്വാദ് പറ്റി കഴിയുമ്പോൾ നമ്മളോട് പിന്നെയും പിന്നെയും ചോദിക്കും. നമ്മൾ അവരോടുള്ള വാത്സല്യത്തിൻ്റെ പുറത്ത് കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഒന്ന് ആലോചിക്കുക, നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മൾ തട്ടിയിടുന്നത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് താലോലിച്ച് തലോടി താഴ്ത്തും തലയിലും വയ്ക്കാതെ കൊണ്ടു നടന്ന നമ്മുടെ കൊച്ചുമക്കളെയാണ് അല്ലേ? അവർ അങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് പെട്ട് കഴിഞ്ഞിട്ട് കരഞ്ഞിട്ടോ പരസ്പരം പഴിചാരിയിട്ടോ യാതൊരു കാര്യവുമില്ല. കാരണം നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ. അവർക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്തു കൊടുക്കുക എന്നതല്ല. അവരെന്തിനു പോകുന്നു, എവിടെ പോകുന്നു, ആരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ കൺട്രോളിലായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടത്. അവരെ പിടിച്ചു വെക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സമയപരിധി അല്ലെങ്കിൽ എന്തിനോ ഒരു ലിമിറ്റ് നമ്മൾ അവരെ കൊണ്ട് വെപ്പിക്കണം. കാരണം നമ്മുടെ കുട്ടികളാണ് ഇന്ന് കൂടുതലും ഡ്രഗ് അഡിക്ഷൻ ഇരകളാകുന്നത്. ഡ്രഗ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഡ്രഗ് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാം, എന്തിനേയും ചെയ്യാം, എങ്ങനെയും ചെയ്യാം എന്നുള്ളൊരു ധൈര്യം വന്നു കഴിയും. പിന്നെ ആരോട് എന്ത് പറയണോ പ്രവർത്തിക്കണോ എന്നുള്ളത് അവരുടെ ചിന്തയിൽ വരില്ല. അവർക്ക് ചിന്തിക്കാനുള്ള ആ ശേഷി നഷ്ടപ്പെടുന്നേ. ആ സമയത്ത് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ടോ തല്ലിയിട്ടോ പഴിചാരിയിട്ടോ കാര്യമില്ല. അങ്ങനൊരു അവസ്ഥയിലേക്ക് പോകാണ്ടിരിക്കാൻ നമ്മൾ മുതിർന്നവർ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കാതെ വിട്ടാൽ നമ്മുടെ മക്കൾ പയ്യെ ഒരു പബ്ലിക് ന്യൂസൻസായി മാറും. അവസാനം എന്ത് സംഭവിക്കുമെന്നറിയും? നമ്മൾ തിരുത്തേണ്ടടുത്ത് നമ്മുടെ ചുറ്റുമുള്ളവർ പബ്ലിക് അവരെ തിരുത്താൻ തുടങ്ങും. മറ്റുള്ളവർ നമ്മുടെ മക്കളെ കൈകാര്യം ചെയ്ത് നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും. അത് എപ്പോഴെങ്കിലും നമ്മളെ കൊണ്ട് താങ്ങാവുന്നതാണോ? മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും മറ്റുള്ളവർക്ക് ദ്രോഹിക്കാനും വേണ്ടിയാണോ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത്? ഒരിക്കലുമല്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മൂലം നമ്മുടെ മക്കൾ ഡ്രഗ് അഡിക്റ്റ് ആവരുത്, നാശത്തിലേക്ക് പോകരുത്. നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നല്ലൊരു തലമുറയെ വാർത്തെടുക്കാം. നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.